വെൻ ദ സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്. നമുക്കറിയാം നമ്മൾ സറൗണ്ടിങ്സ് പൊല്യൂട്ട് ആവുന്നത് വേസ്റ്റ് കൂട്ടിയിട്ട സ്ഥലങ്ങൾ, അതുപോലെ നമ്മൾ മൊസ്കിറ്റോസ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ മൊസ്കിറ്റോസൊക്കെ വളരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ വെക്റ്റേഴ്സ് ആയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, ഏതൊക്കെ കണ്ടീഷനിലാണ് അവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, അവർ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ് എന്നാണ് ഈ ഒരു ടേബിളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൗസ് ഫ്ലൈ ആണ് ഫസ്റ്റ് വെക്ടർ. ഹൗസ് ഫ്ലൈ നമ്മളെ ഈച്ച. ഹൗസ് ഫ്ലൈസ് ബ്രീഡ് ഇൻ ഗാർബേജ്, റോട്ടിംഗ് ഓർഗാനിക് മാറ്റർ ആൻഡ് ആനിമൽ വേസ്റ്റ്. ബ്രീഡ് എന്ന് പറഞ്ഞാൽ വളരുക കേട്ടോ. അപ്പോൾ നമ്മളെ ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംസ്, അതായത് ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കച്ചറയൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലമാണ്. ഇനി റോട്ടിംഗ് ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് കേടുവന്ന് ചീഞ്ഞു പോകുന്നതൊക്കെ ഭക്ഷണ അവശിഷ്ടങ്ങൾ. അതുപോലെ ആനിമൽ വേസ്റ്റ്, അപ്പോൾ വേസ്റ്റ് കൂട്ടിയിട്ട സ്ഥലം, നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ, അതുപോലെ ആനിമൽ വേസ്റ്റ്. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സ്ഥലങ്ങളിലാണ് നമ്മൾ ഹൗസ് ഫ്ലൈ ഈച്ച പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, പെട്ടെന്ന് വളരുക. ഇനി മൊസ്കിറ്റോ, കൊതുക് എവിടേക്കാണ് വളരുക നോക്കാം. മൊസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ. സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ മലിനജലത്തിൽ, നമ്മൾ മൊസ്കിറ്റോ വളരുന്നത് മലിനജലത്തിൽ. അതുപോലെ കോക്കനട്ട് ഷെല്ല്, ചിരട്ടകൾ, ബോട്ടിൽസ് കുപ്പികൾ, അതുപോലെ പ്ലാസ്റ്റിക് ബാഗുകൾ, തുറന്നു വെച്ച പ്ലാസ്റ്റിക് ബാഗ്, ഇതുപോലുള്ളതിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് നമ്മൾ മൊസ്കിറ്റോ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമ്മളെ റാറ്റ്, നമ്മളെ എലികൾ എവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. റാറ്റ്സ് മൾട്ടിപ്ലൈ ഇൻ ഡേർട്ടി അൺഹൈജീനിക് എൻവിയോൺമെൻറ്റ്, എസ്പെഷ്യലി വേർ ദർ ഈസ് ലെഫ്റ്റ് ഓവർ ഫുഡ്, ക്ലട്ടർ ആൻഡ് ഹൈഡിങ് പ്ലേസസ്. അതായത് നമ്മുടെ ചുറ്റുപാടും വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ട സ്ഥലങ്ങളുണ്ടാവും. നമ്മളെ റാറ്റ് അവർക്ക് ഒളിച്ച് നിൽക്കാൻ പാകത്തിന്, ഹൈഡ് ചെയ്യാൻ പാകത്തിനുള്ള സ്ഥലങ്ങൾ, അതുപോലെ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ടുള്ള സ്ഥലം, വൃത്തിയില്ലാത്ത സറൗണ്ടിങ്സിലാണ് നമ്മളെ റാറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഹൗസ് ഫ്ലൈ, മൊസ്കിറ്റോ, റാറ്റ് ഇവർ ഏത് കണ്ടീഷനിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് നോട്ട് ചെയ്യണം. മെയിനായിട്ട് വേസ്റ്റ് കൂട്ടിയിട്ട സ്ഥലം, അതുപോലെ അൺഹൈജീനിക് പ്ലേസ്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇവർ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ലെറ്റസ് കൺട്രോൾ മോസ്കിറ്റോസ്. നമ്മൾ കൊതുക് വളരുന്നുണ്ട് നമുക്കറിയാം. ആ കൊതുക് വളരുന്നത് എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്, കൊതുകിൻ്റെ വളർച്ച എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം. അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുക. റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ്, വീടിന് ചുറ്റുമുള്ള പുല്ലുകളൊക്കെ വെട്ടിയൊതുക്കുക. ക്ലീനിങ് ഡ്രെയിൻസ്, ഓടകൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കിയാൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊസ്കിറ്റോൻ്റെ ബ്രീഡിങ്, കൊതുക് വളരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ്. നമ്മളെ വീടുകളിലൊക്കെ കൊതുക് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കൊതുക് കടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുക. കീപ്പ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ് ടൈം ആകുമ്പോൾ, വൈകുന്നേരം ആകുമ്പോഴേക്കും ഡോറും വിൻഡോയും ജനലും വാതിലൊക്കെ അടച്ച് വെക്കുക. യൂസ് മൊസ്കിറ്റോ റെപ്പല്ലൻ്റ് യൂസ് ചെയ്യുക. യൂസ് മൊസ്കിറ്റോ കോയിൽ ആൻഡ് മൊസ്കിറ്റോ ബാറ്റ്. മൊസ്കിറ്റോ കോയിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനത്തിനാണ്, കൊതുക് തിരി. അതുപോലെ മൊസ്കിറ്റോ ബാറ്റ് ഇത് യൂസ് ചെയ്യുക. യൂസ് മൊസ്കിറ്റോ നെറ്റ്, കൊതുക് വല യൂസ് ചെയ്യുക. ഇതാണ് കേട്ടോ മൊസ്കിറ്റോ റെപ്പല്ലൻ്റ് എന്ന് പറയുന്നത്. നമ്മളെ ഗുഡ് നൈറ്റ് പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ കൊതുകുകളെ ഇല്ലാതാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഡിസീസസ്, തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. അതായത് അസുഖം പകരുന്ന രീതികളാണ് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് പകരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ്, മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് നെക്സ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം ഏതൊക്കെ രീതിയിലൂടെ, ഏതൊക്കെ മെത്തഡിലൂടെ അസുഖം പകരുന്നു. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും അസുഖം പകരും. നെക്സ്റ്റ് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്, വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും അസുഖം പകരാറുണ്ട്. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സ്യൂവേജ്, മണ്ണിലൂടെയും അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളക്കെട്ടിലൂടെയും നമുക്ക് അസുഖം പകരും. അപ്പോൾ ഇതാണ് 3 കാറ്റഗറൈസേഷൻ. ഇതിലൂടെ അസുഖം പകരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ്, മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഫുഡിലൂടെയും വാട്ടറിലൂടെയും ഡിസീസസ് പകരുന്നത് തടയാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം. യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക.
കീപ്പ് ഫുഡ് ഐറ്റംസ് കവേർഡ്. ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്യുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അങ്ങനെയായ ഒരു പരിധിവരെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന അസുഖം നമുക്ക് തടയാൻ പറ്റും. ഇനി എയർ ആൻഡ് കോണ്ടാക്റ്റ്. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന അസുഖം ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം? അവോയ്ഡ് കോണ്ടാക്റ്റ് വിത്ത് ദ സിക്ക് പേഴ്സൺ. സിക്ക് പേഴ്സൺ എന്ന് പറയുന്നത് രോഗിനെയാണ് കേട്ടോ. രോഗിയായിട്ട് എന്ത് ചെയ്യാതിരിക്കുക? സമ്പർക്കത്തിൽ അവരായിട്ട് അടുത്തിടപഴകാതിരിക്കുക. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ് കർച്ചീഫ്, ക്ലോത്ത് എക്സെട്ര. രോഗി ഉപയോഗിക്കുന്ന ടവൽ, ഹാൻഡ് കർച്ചീഫ്, അതുപോലെ തുണികൾ, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് മാസ്ക് ധരിക്കുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വായുവിലൂടെയും കോണ്ടാക്റ്റ്, സമ്പർക്കത്തിലൂടെയുള്ള അസുഖം പകരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സ്യൂവേജ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയും മണ്ണിലൂടെയും പകരുന്ന അസുഖങ്ങൾ തടയാൻ എന്തൊക്കെ ചെയ്യുക? യൂസ് ഫുട്വെയർ. ചെരുപ്പ് ധരിക്കുക. പ്രിവെൻറ്റ് വോൺസ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സ്യൂവേജ്. അതായത് നമ്മൾ കാലിലൊക്കെ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു മുറിവും കൊണ്ട് വെള്ളത്തിലൂടെ ഒന്നും, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ ഒന്നും പോവാതിരിക്കുക. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. നമ്മളെ കൈയും കാലും സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ പകരുന്ന അസുഖങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നോർമലി നമുക്കറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നമ്മളെ പരിസ്ഥിതി, നമ്മളെ സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് പഠിക്കുക. അതായത് പെട്ടെന്ന് മക്കൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് നമ്മൾ മനുഷ്യരിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്ന, മനുഷ്യർ തമ്മിൽ അസുഖം പകരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പകരുന്ന അസുഖങ്ങൾ ആനിമൽസിനുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, പ്ലാന്റ്സിനുണ്ട്. അതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ്. മൃഗങ്ങളിൽ പകരുന്ന അസുഖം. ഡോഗ്, നായ്ക്ക് പകരുന്ന അസുഖമാണ് കെനൈൻ ഡിസ്റ്റംബർ. പിഗ്, പന്നിക്ക് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ. ക്യാറ്റിൽസ്, കന്നുകാലികൾക്ക് ലംബി സ്കിൻ ഡിസീസസ്. ബേർഡ്സ്, ബേർഡ് ഫ്ലൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ആനിമൽസിൽ പകരുന്ന അസുഖങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഓരോ ആനിമൽസിൻ്റെയും അസുഖങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ പ്ലാന്റ്സിൽ പകരുന്ന അസുഖമാണ് റൈസ്, നെല്ലിൽ ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസസ്, അതുപോലെ പീ പ്ലാന്റ്, പയറ് ചെടിയിൽ മൊസൈക്ക് ഡിസീസസ്, കോക്കനട്ടിൽ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, കൂമ്പ് ചീയ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരിലെ പോലെ തന്നെ പ്ലാന്റ്സിലും ആനിമൽസിലും പകരുന്ന അസുഖമുണ്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റിനും ഏതൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ ഓരോ ആനിമലിനും ഏതൊക്കെയാണ് ഡിസീസസ് ആണെന്നുള്ളതും നോട്ട് ചെയ്യണം കേട്ടോ.